ഇന്ന് ഓഗസ്റ്റ് 23 ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത സിനിമകളുടേത് ഉൾപ്പെടെ 9 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ധനുഷ് സംവിധാനം ചെയ്ത് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി 150 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത രായൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ന് സിനിമ ആമസോൺ പ്രൈമിലൂടെ രായൻ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ധനുഷ്, അപർണ ബാലമുരളി, കാളിദാസ്, ജയറാം തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ തമിഴ്, തെലുഗു, ഹിന്ദി, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പ്രൈമിൽ ലഭ്യമാണ് എന്ന് അറിയിച്ചുകൊള്ളട്ടെ. രണ്ടാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്ത ടിക്ടം എന്ന ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജിയോ സ്റ്റുഡിയോസ് നിർമ്മിച്ച സിനിമ ഇന്ന് ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തേത് ഫോളോ കർലോ യാർ എന്നൊരു ഹിന്ദി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഈ ഹിന്ദി സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് എന്റർടൈനർ സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണ് സ്വകാര്യം സംഭവ ബഹുലം. മനോരമ മാക്സിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ കൊറിയൻ സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്ത ദി ഫ്രോഗ് എന്ന സീരീസ്. കൊറിയൻ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണെന്ന് അറിയിച്ചുകൊള്ളട്ടെ. ഈ സർട്ടിഫിക്കറ്റ് ആണ് സീരീസിന് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്ത മറ്റൊരു വിദേശ കണ്ടന്റ് ദി ബീസ്റ്റ് എന്ന സിനിമയുടേതാണ്. ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴിൽ നിന്നും ഒരാഴ്ച മുന്നേ OTT റിലീസ് ചെയ്ത സിനിമയാണല്ലോ മഴയെ പിടിക്കാത്ത മനിതൻ. വിജയ് ആന്റണി നായകനെത്തിയ സിനിമ ഇപ്പോഴത്തെ തമിഴിന് പുറമെ മലയാളം, തെലുഗു, കന്നഡ ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിലൂടെ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കാറുള്ള മൂഞ്ചിയ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് അടുത്തത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ 2 എന്ന സിനിമ കൂടി അടങ്ങിയ യൂണിവേഴ്സിന്റെ ഭാഗമായ മൂഞ്ചിയ എന്ന ഹൊറർ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നാളെ സ്റ്റാർ ഗോൾഡ് ചാനലിലെ ഹിന്ദി ടെലിവിഷൻ പ്രീമിയർ ചെയ്യുകയാണ്. നാളെ ഓഗസ്റ്റ് 24 തീയതി രാത്രി 8 മണിക്കാണ് ടെലിവിഷൻ സംപ്രേഷണം. അതിനുശേഷം സിനിമയുടെ OTT റിലീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വരുന്നതാണ്. അവസാനത്തേത് തലവൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സോണി ലിവിന്റെ OTT പ്രഖ്യാപനം തലവൻ എന്ന സിനിമയുടെ കാര്യത്തിൽ ഇന്ന് നടന്നിരിക്കുകയാണ്. OTT ട്രെയിലറും വന്നിരിക്കുകയാണ്. ആസിഫ് അലി, ബിജു മേനോൻ തുടങ്ങിയവർ അഭിനയിച്ച ജിസ്റ്റു സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ വിജയിച്ച സിനിമ സോണി ലിവിലൂടെ വരുന്ന സെപ്റ്റംബർ 10 തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രഖ്യാപനം. ഓണം റിലീസ് ആയിട്ടാണ് സിനിമ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്ന തലവൻ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം.